സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഫലൂദ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് സേമിയയാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് നമുക്ക് സേമിയ വെച്ചിട്ട് ഒരു ഫലൂദ റെഡിയാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളിതൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് റോസ്റ്റ് ചെയ്യാത്ത സേമിയ ആയതുകൊണ്ട് നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ലേശം ആവശ്യത്തിനുള്ള നെയ്യ് എടുത്തിട്ടിട്ട് ഇതിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഒരു അരക്കപ്പ് സേമിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സേമിയ നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. നമ്മൾ 2.5 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർക്കാം. ഇപ്പം ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമുക്ക് പോരായെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഏലക്കായുടെ 2 കുരുവും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ പൊടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. സേമിയ നന്നായിട്ടൊന്ന് വെന്ത് പാലൊക്കെ ഒന്ന് കുറുകി വരട്ടെ. ഇങ്ങനെ ഒരു പാകത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ സേമിയൊക്കെ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്, പാലും കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തണുക്കുമ്പം ഒന്നും കൂടെ ഇതൊന്ന് കുറുകി വരും. അതുകൊണ്ട് ആ ഒരു അയവിൽ വേണം നമുക്കിത് തീ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിനകത്തൊന്ന് വെച്ച് തണുപ്പിച്ചെടുക്കണം. നമ്മൾ സേമിയ ഇതിലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഫലൂദ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ സേമിയ പായസം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു നല്ലൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ വീട്ടിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു, അതും അരിഞ്ഞിട്ടുണ്ട്. ഒരു മാങ്ങാപ്പഴം ഉണ്ടായിരുന്നു, അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ആപ്പിളും ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം സേമിയ വയ്ക്കാം. കുറച്ച് മാമ്പഴം വയ്ക്കാം, കുറച്ച് ആപ്പിൾ വയ്ക്കാം, കുറച്ച് മുന്തിരി, കുറച്ച് ഏത്തപ്പഴം. ഇതിലേക്ക് നമ്മൾ ലേശം കശുവണ്ടി നുറുക്കിയതും ലേശം പിസ്ത നുറുക്കിയത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും സേമിയ നിറച്ച് കൊടുക്കാം. സേമിയ ഇച്ചിരി ഒന്നുകൂടെ ഒന്ന് ചെറിയൊരു ലൂസിൽ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇച്ചിരി ലൂസാക്കി നമുക്ക് എടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ഐസ്ക്രീമും കൂടെ വെക്കാം കേട്ടോ. ഇനി ഇത് ഇങ്ങനെ തന്നെയായിട്ടും കഴിക്കാം. ഐസ്ക്രീമും കൂടെ വെക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആകും. അപ്പോൾ നമ്മളുടെ സേമിയ ഫലൂദ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.